ഈ ഇതുവരെയുള്ള ഈ വോട്ട് പര്യടനം പുരോഗമിക്കുമ്പോൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഫീഡ്ബാക്ക് എങ്ങനെയാണ്? ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ ആരൊരാളൻ മാർഗം മുടക്കുവാൻ എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. 4ാമത്തെ ദിവസമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം വിവിധ മണ്ഡലങ്ങളിൽ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് കുതിക്കാൻ ഉള്ള ഒരു കരുത്താണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ടീച്ചർ ഈ മണ്ഡലത്തിൽ നമുക്കറിയാം, ഈ കേരളത്തിൽ തന്നെ ഏറ്റവും പോഷായ ഒരു മണ്ഡലമാണ്, മെട്രോ നഗരമാണ്, ഇൻഫോ പാർക്ക് അടങ്ങുന്ന ഒരു മണ്ഡലമാണ്. ഇപ്പോൾ ഇവിടെ എന്തൊക്കെ ഒരു മാറ്റങ്ങളാണ് ഈ എറണാകുളത്ത് മണ്ഡലത്തിൽ അങ്ങ് മുന്നിൽ കാണുന്നത്? എറണാകുളം മണ്ഡലം നമ്മൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ മെട്രോ സിറ്റിയാണ്. അതോടൊപ്പം അതിൻ്റെ ഉപഗ്രഹ നഗരങ്ങളായി പ്രവർത്തിക്കുന്ന നോർത്ത് പറവൂർ പോലെ, അതുപോലെ തന്നെ കൊച്ചി പോലെയുള്ള, തൃപ്പൂണിത്തുറ പോലെയുള്ള പ്രദേശങ്ങൾ, 7 വിവിധ മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ അതിൽ മെട്രോ നഗരത്തിൽ ധാരാളം അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ തൊഴിൽ തേടി വരുന്ന ഒരു മണ്ഡലമാണ്. അവർക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ഇപ്പോൾ ടെക്നോ പാർക്ക്, ഹൈ ടെക്നോളജിയിൽ അധിഷ്ഠിതമായ വ്യവസായങ്ങൾ, അങ്ങനെയുള്ള തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ പരമ്പരാഗത വ്യവസായ മേഖലയ്ക്ക് വലിയ തോതിൽ പ്രാമുഖ്യമുള്ള ഒരു മണ്ഡലമാണ്. അപ്പോൾ ഈ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത അത് തന്നെയാണ്. ഏതെങ്കിലും ഒരു മേഖലയ്ക്കകത്ത് നമ്മൾ ഊന്നൽ കൊടുക്കാൻ കഴിയില്ല. എന്നാൽ മെട്രോ സിറ്റി എന്നുള്ള പേരോടുകൂടി അറിയപ്പെടുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അപ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളും സമ്മിശ്രമായി താമസിക്കുന്ന ഒരു പ്രദേശമാണ്. പരമ്പരാഗത വ്യവസായങ്ങളെ സംരക്ഷിക്കേണ്ടതുണ്ട്. തീരപ്രദേശം ഉൾപ്പെട്ട ഒരു മേഖലയാണ്. അപ്പോൾ തീരദേശ ജനതയുടെ പ്രയാസങ്ങൾക്ക് നമ്മളെ അഡ്രസ്സ് ചെയ്യേണ്ടി വരും. യുവാക്കൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർ തൊഴിലന്വേഷിച്ച് വരുന്ന ഒരു പ്രദേശമാണ്. ഏറ്റവും കൂടുതൽ ട്രാഫിക്, അത്യാധുനിക രീതിയിലുള്ള ട്രാഫിക് സംവിധാനം ഒരു പരിധിവരെയുണ്ട്. ഇനിയും കുറേ കൂടി മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. ഇങ്ങനെ എല്ലാ തരത്തിലും സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ഇപ്പോൾ കുടുംബശ്രീ പ്രസ്ഥാനത്തിലൂടെയൊക്കെ സ്ത്രീകൾ ധാരാളം ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ അവർ കുറേ കൂടി സിറ്റി കേന്ദ്രീകരിച്ച് മികച്ച രീതിയിലുള്ള സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് രീതിയിലുള്ള അവരെ എക്വിപ്പ് ചെയ്യേണ്ട ചില നിലപാടുകൾ എടുക്കേണ്ടതുണ്ട്. സമ്മിശ്രമായിട്ടുള്ള ഒരു വികസന പരിപ്രേക്ഷ്യം രൂപപ്പെടുത്തേണ്ട ഒരു മണ്ഡലമാണ്. ഒരു ഇൻഫോർമൽ ചോദ്യമാണ്. ഈ ഷൈൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ വരിക ഒരു പുരുഷൻ്റെ ഒരു പേരാണ്. അപ്പോൾ ഈ പേരിൻ്റെ പിന്നിലുള്ള ഒരു ആ കാര്യങ്ങൾ കൂടി ഒന്ന് പറയാൻ പറ്റും? ഈ പേരിൻ്റെ പിന്നിൽ കൃത്യമായൊരു രാഷ്ട്രീയമുണ്ട്. ഇതൊരു സെക്യുലറാണെന്നുള്ളതാണ്. ഈ പേരൊരു സെക്യുലറാണ്. ഇപ്പോൾ അവർക്ക് എല്ലാവരുടെ മനസ്സിൽ ഉയർന്ന ചില ചോദ്യങ്ങളുണ്ടല്ലോ ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ. എല്ലാവരും നമ്മൾ പേര് ചോദിക്കുന്നത് തന്നെ നമ്മുടെ മതം ഏതാണെന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരു സെക്യുലറായിട്ടുള്ളൊരു പേരാണ്. എനിക്ക് തോന്നുന്നൊരു ജനറൽ ന്യൂട്രൽ കൂടിയാണ് എന്നാണ്. പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്ക് കൂടി ഇടാൻ പറ്റുന്ന ഒരു പേരാണ്. വളരെ സന്തോഷമുണ്ട്. ടീച്ചറെ പറ്റി അറിയാൻ ഒരു കാര്യം കൂടി, ടീച്ചർ ഒരു പാട്ടൊക്കെ പാടും എന്ന് ഇവിടുന്ന് നമുക്കൊരു സംസാരം കേട്ടു. എങ്ങനെയാണ്? ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു റിട്ടയർമെൻറ്റ് ഫംഗ്ഷനിടെ ചെല്ലുകയുണ്ടായി, ഒരവസരം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് അവിടെ 2 വാക്ക് സംസാരിക്കണം എന്നുള്ള രീതിയിലാണ് എന്നെ വിളിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ എല്ലാ വിഭാഗം ജനങ്ങളോടെ ഒത്തുകൂടിയൊരു സമയമാണ്. അപ്പോൾ ഒരു സന്തോഷത്തിൻ്റേതായ ഒരു സന്ദർഭമാണ്. അപ്പോൾ ഞാനൊന്ന് 2 വരി ചൊല്ലിയത്, എല്ലാവരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന് കരിങ്കല്ലാണ്, അങ്ങനെയുള്ള 2 വരികളാണ് പാടിയത്. അപ്പോൾ എല്ലാവരും കൈകൊട്ടിയത് സ്വീകരിച്ചു. അപ്പോൾ മനുഷ്യൻ സന്തോഷം ആഗ്രഹിക്കുന്ന ഒരു ജീവി കൂടിയാണല്ലോ. സന്തോഷിക്കാനുള്ളൊരു ഇടവും സന്തോഷിക്കാനുള്ളൊരു അവസരവും കാക്കുന്നതാണ് നമ്മളെല്ലാവരും. സന്തോഷമാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. സന്തോഷം കിട്ടുന്ന അവസരങ്ങളിൽ പാട്ടുകാരിയല്ല, എനിക്ക് കിട്ടിയ ശബ്ദത്തിൽ ഞാൻ 1-2 വരി മൂളാറുണ്ട്. ആര്യ, അത് തന്നെയാണ് ഇവിടെ മണ്ഡലത്തിൽ നിന്ന് ലഭിക്കുന്ന വാർത്ത. നമ്മൾ ഈ പാർലമെൻ്ററി മണ്ഡലത്തിൽ ഈ ഇലക്ഷൻ്റെ വോട്ടഭ്യർത്ഥന പുരോഗമിക്കുമ്പോൾ മികച്ച സ്വീകാര്യം തന്നെയാണ്. ആ പേര് പോലെ തന്നെ ഓരോ ദിവസം തിളങ്ങി വരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ മണ്ഡലത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്.